കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കനവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഹരേ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 30-തമോऽധ്യായ. രാജോവാച തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗദേവനം ദ്വാരവത്യാം കിമകരോത് ഭഗവാൻ ഭൂതഭാവന. ബ്രഹ്മശാപോപസംസൃഷ്ടേ സ്വകുലേ യാതവർഷഭ പ്രയസീം സർവനേത്രാണാം തനും സ കഥമത്യജത്. പ്രത്യാകൃഷ്ടും നയനമബല യത്ര ലഗ്നം ന ശേകു കർണാവിഷ്ടം ന സരതി തതോ യത് സദാ ആത്മലഗ്നം. യശ്രീർവാചാം ജനയതിരതിം കിം नु മാനം കവീനാം ദൃഷ്ട്വാ ജിഷ്ണോർയുധിരഥഗതം യచ్చ തൽ സാമ്യമേയു. ഋഷീരുവാച ദിവി ഭുവ്യന്തരീക്ഷേ ച മഹോത്പാദാൻ സമുത്തിതാൻ ദൃഷ്ട്വാ സീനാൻ സുധർമായാം കൃഷ്ണ പ്രാഹയതൂനിതം. ഏതേ ഘോരാ മഹോത്പാദ ദ്വാർവത്യാം യമകേതവ മുഹൂർത്തം അഭിനസ്തേയം അത്ര നോ യതുപുംഗവ. സ്ത്രിയോ ബാലാശ്ച വൃദ്ധാശ്ച ശംഖോദ്ധാരം വ്രജന്വിത വയം പ്രഭാസം വ്യാസ്യാമോ യത്ര പ്രത്യക് സരസ്വതീ. തത്രാഭിഷിച്യ ശുചയ ഉപോഷ്യ സുസമാഹിത ദേവതാ പൂജയിഷ്യാമ സ്നപനാലേപനാർഹണൈഃ. ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ കൃതസ്വസ്ത്യയനാവയം ഗോഭൂഹിരണ്യവാസോഭിർഗജാശ്വരഥവേഷ്മഭിः. നിധിരേഷ ഹരിഷ്ഠഘ്നോ മംഗളായനമുത്തമം ദേവദ്വിജഗവാം പൂജാ ഭൂതേഷു പരമോ ഭവ. ഇതി സർവേ സമാകർണ്യ യദുവൃദ്ധാ മധുദ്വിഷ തദേതി നൗഭിരുത്തീര്യ പ്രഭാസം പ്രയയൂരഥൈഃ. തസ്മിൻ ഭഗവതാദിഷ്ടം യദുദേവേന യാദവ ചക്രു പരമയാ ഭക്ത്യാ സർവശ്രേയോപബൃംഹിതം. തതസ്തസ്മിൻ മഹാപാനം പപുർമൈരേയകം മധു ദിഷ്ടവിഭ്രംശിതധിയോ യദ്രവൈ ഭ്രശ്യത്തെ മതി. മഹാപാനാഭിമത്താനാം വീരാണാം ദൃപ്തചേതസാം കൃഷ്ണമായാ വിമൂഢാനാം സംഘർഷ സുമഹാനഭൂത്. യുയുധു ക്രോധസംരബ്ധാ വേളായാമാദതായിന ധനുഭിരസിഭിർഭല്ലിർ ഗദാഭിസ്തോമരഷ്ടിഭിः. പതത്പതാകൈരഥകുഞ്ചരാധിഭിः ഖരോഷ്ട്രഗോഭിർമഹിഷൈർനരൈരഭിः മിത സമേത്യാശ്വതരൈः സുദുർമദാ നഹൻശരൈർദദ്ഭിരിവദ്വിഭാവനേ. പ്രദ്യുമ്ന സാംബോ യുധിരൂഢമത്സരോ അക്രൂരഭോജാവനിരുദ്ധ സാത്യകീ സുഭദ്ര സംഗ്രാമജിതോ സുദാരുണോ ഗദോ സുമിത്രാസുരഥോ സമീയതു. അന്യേ ജയേ വൈ നിഷഡോൽമുഖാദയ
സഹസ്രജിച്ഛതജിത് ഭാനുമുഖ്യ അന്യോന്യമാസാദ്യ മതാന്തകാരിത ജഗ്മുർമുകുന്ദേന വിമോഹിത വൃഷം ദാശാർഹവൃഷ്ണ്യന്തക ഭോജസത്വത മധ്വർബുദ മാധുരശൂരസേന വിസർജന കുകുര കുന്ദയശ്ച മിതസ്തതസ്തേത വിസൃജ്യ സൗഹൃദം പുത്ര അയുധ്യൻ പിതൃഭിർഭ്രാതൃഭിശ്ച സ്വശ്രീയ ദൗഹിത്രപിതൃവ്യമാതുലൈ മിത്രാണി മിത്രൈ സുഹൃദ സുഹൃദ്ഭിർജ്ഞാതിം സ്ത്വകൻ ജ്ഞാതയ ഏവ മൂഢാ ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർജഹ്രുരേരകാ താ വജ്രകൽപാഹ്യഭവൻ പരിഖാമുഷ്ടിനാ ഭൃതാ ജഗ്നുർദിശസ്തേ കൃഷ്ണേന വാര്യമാണാസ്തുതം ച തേ പ്രത്യനീകം മന്യമാന ബലഭദ്രം ച മോഹിത ഹന്തും കൃതധിയോ രാജൻ ആവന്ന ആദദായിന അഥ താവപി സംക്രുദ്ധ ഉദ്യമ്യ കുരുനന്ദന ഏരകാമുഷ്ടിപരിഘൗ ചരന്തൗ ജഗ്നതുര്യുധി ബ്രഹ്മശാപോപസൃഷ്ടാനാം കൃഷ്ണമായാവൃതാത്മനാം സ്പർധാ ക്രോധക്ഷയം നിന്യേ വൈണവോഗ്നിർയഥാവനം ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതി മേനേവ ശേഷിത രാമ സമുദ്രവേലായാം യോഗമാസ്തായ പൗരുഷം തത്യാജ ലോകം മാനുഷ്യം സംയോജ്യാത്മാനമാത്മനി രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത നിഷസാദധരോപസ്ഥേ തൂഷ്ണീമാസാദ്യ പിപ്പലം ബിഭ്രച്ചതുർഭുജം രൂപം ഭ്രാജിഷ്ണുപ്രഭയാ സ്വയാ ദിശോ വിധിമിരാകുറുവൻ വിധൂമൈവ പാവക ശ്രീവത്സാംഗം ഘനശ്യാമം തപ്തകാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരന്മകരകുണ്ടലം കടിസൂത്രബ്രഹ്മസൂത്രകിരീടകടകാംഗദേ ഹാരനൂപുരമുദ്രാഭി കൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധേ കൃത്തോരൗ ദക്ഷിണേ പാദം ആസീനം പങ്കജാരുണം മുസലാവശേഷായ ഖണ്ഡകൃതേഷുർലുബ്ധഗോചരാ മൃഗാസ്യാകാരം തച്ചരണം വിവ്യാത മൃഗശങ്കയാ ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സ കൃതകിൽബിഷ ഭീത പപാത ശിരസാ പാദയോരസുരദ്വിഷ അജാനതാകൃതമിദം പാപേന മധുസൂദന ക്ഷന്തുമർഹസി പാപസ്യ ഉത്തമ ശ്ലോകമേനഖ യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണോ മയാ സാധുകൃതം പ്രഭോ തന്മാശു ജഹി വൈകുണ്ഠ പാപമാനം മൃഗലുബ്ധകം യഥാ പുനരഹം ത്വേവം ന കുര്യാം സതതിക്രമം യസ്യാത്മയോഗരജിതം ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്യ തനയാ പദയോ ഗിരാമ്യേ ത്വന്മായയാ പിഹിത ദൃഷ്ടയ ഏതതഞ്ച കിം തസ്യ തേ വയമസദ്ഗതയോ ഗൃണീമ ശ്രീഭഗവാനുവാച മാ ഭൈർജരേ ത്വമുത്തിഷ്ഠ കാമയേഷ കൃതോ ഹി മേ യാഹി ത്വം മദനുജ്ഞാത സ്വർഗം സുകൃതിനാം പദം
ഇത്യാദിഷ്ടോ ഭഗവതാ കൃഷ്ണേനേച്ഛാ ശരീരിണാ ത്രിപരിക്രമ്യ തം നത്വാ വിമാനേന ദിവം യയൗ. ദാരുക കൃഷ്ണപദവീം അന്യച്ഛിന്നധിഗമ്യതാം വായും തുളസികാമോദമാക്രായാഭിമുഖം യയൗ. തം തത്ര ദിഗ്മദ്വിഭിരായുധൈർവൃതം ഹ്യശ്വത്വമൂലേ കൃതകേതനം പതിം സ്നേഹപ്ലുതാത്മാ നിപപാദപാദയോ രഥാദവപ്ലുത്യ സബാഷ്പലോചന. അപശ്യതസ്ത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടിപ്രനഷ്ടാ തമസി പ്രവിഷ്ടാ ദിശോ ന ജാനേ ന ലഭേ ച ശാന്തിം യഥാ നിശായാമുടുപേ പ്രണഷ്ടേ. ഇതി ബ്രുവതി സൂതേ വൈ രഥോ ഗരുഡലാഞ്ചന ഖമുത്പപാദരാജേന്ദ്ര സാശ്വധ്വജൗദീക്ഷത. തമന്വഗച്ഛൻ ദിവ്യാനി വിഷ്ണുപ്രകരണാനി ച തേനാദിവിസ്മിതാത്മാനം സൂതമാകജനാർദ്ദന. ഗച്ഛ ദ്വാരവതീം സൂത ജ്ഞാതീനാം നിധനം മിഥ സംഘർഷണസ്യ നിർയാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം. ദ്വാരകായാം ച നസ്തേയം ഭവദ്ഭിശ്വസ്വബന്ധുഭിഃ മയാ തെക്താം യതു പുരീം സമുദ്ര പ്രാവയിഷ്യതി. സ്വം സ്വം പരിഗ്രഹം സർവേ ആദായ പിതരൗ ച ന അർജുനേനാവിതാ സർവ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യഥ. ത്വം തു അമദ്ധർമ്മമാസ്തായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക മന്മായാരതനാമേതാം വിജ്ഞായോപശമം വ്രജ. ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ പുനഃ പുനഃ തത്പാദോ ശീഷ്ണുബാധായ ദുർമനാ പ്രയയൗ പുരീം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ 30തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തശരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ മഹാഗണപതയേ നമ. സരസ്വത്യേ നമ. എല്ലാ ആചാര്യ ഗുരുക്കന്മാർക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പാദനമസ്കാരം. ഇന്നത്തെ പ്രഭാഷണ വിഷയം ഏകാദശ സ്കന്ധത്തിലെ 30ാമത്തെ അധ്യായമാണ്. ദശമസ്കന്ധം 90 അധ്യായത്തിലൂടെ മനുഷ്യ മനസ്സിനെ മറ്റൊന്നിലും പോകാതെ നിരോധിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കാനാണ് ഭാഗവതം നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ഭഗവാനിലേക്ക് അടുത്ത ആ മനസ്സിനെ ഭാഗവത ധർമ്മം ആചരിച്ചുകൊണ്ട് ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം തുടങ്ങിയ വഴികളിലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ ഭഗവാനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അനന്തമായ ആനന്ദത്തെ ഉളവാക്കുന്ന മുക്തി നേടാൻ ഉള്ള വിഷയങ്ങളാണ്
ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്. ഏകാദശ സ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ യദുകുലത്തിന് ഏറ്റ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് നിമി നവയോഗി സംവാദത്തിലൂടെ ഭാഗവത ധർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് 5 തൊട്ട് 25 അധ്യായം വരെ പറഞ്ഞാൽ 29-ാമത്തെ അധ്യായം വരെ 25 അധ്യായങ്ങളിലായിട്ട് ഭഗവ ഉദ്ധവ സംവാദം. ആ ഉദ്ധവനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് തൻ്റെ ജ്ഞാനാമൃതം കൊണ്ട് ഉപദേശിച്ച് സങ്കടം തീർക്കുന്ന ആ ഭാഗങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഭഗവത് വചനങ്ങൾ കേട്ട് ദുഃഖം അകലാൻ തുടങ്ങിയ ഉദ്ധവര് ഭഗവാനെ സ്തുതിക്കുവാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണം ഭോജേ രതിസ്യാദനപായിനി. ഭഗവാന്റെ ഒട്ടേറെ ഉപദേശങ്ങൾ കേട്ട് ആ ഉദ്ധവൻ മനസ്സിനെ ഒരുവിധം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. അല്ലയോ മഹായോഗിയായിട്ടുള്ളതായ ഭഗവാന്, എനിക്കൊരു ചെറിയ പ്രാർത്ഥനയുള്ളൂ ഇനി ബാക്കിയായിട്ട്. അതെന്താണ്? എനിക്കിനി അഥവാ മുക്തി ലഭിച്ചാലോ? എനിക്ക് മുക്തിയല്ല പ്രധാനം, എനിക്ക് അവിടുത്തെ പാതാരവിന്ദ സേവയാണ് വേണ്ടത് ഭഗവാനെ. അവിടത്തെക്കുറിച്ചുള്ള എൻ്റെ ആ പരമമായ സ്നേഹം, അങ്ങയോടുള്ള അനുരാഗം, അവിടുത്തെ പാദഭക്തി, അത് മുക്താവസ്ഥയിലും എനിക്കുണ്ടാകണേ. അത് നശിക്കാൻ പാടില്ല. അതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ആ ഉദ്ധവര് അകറ്റാൻ പറ്റാത്ത വിധം വേരൂന്നിയ ആ സ്നേഹത്തിൻ്റെ തടയാൻ പറ്റാത്ത ഒഴുക്ക് നിമിത്തം തപിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആ ഭഗവാനെ പിരിഞ്ഞു പോകാൻ സാധിക്കാതെ ആ ഉദ്ധവൻ അവിടെ കിടന്ന് പരിതപിച്ചു. എങ്ങനെ പോകും ഭഗവാനെ ഉപേക്ഷിച്ചിട്ട്? അങ്ങനെ നിൽക്കുന്നു കണ്ടതായ ഉദ്ധവന് ഭഗവാൻ ആ പ്രിയ ഉത്തമ മിത്രത്തോട് ഉള്ള ആ സ്നേഹാതിശയത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ ആ പാദത്തിൽ ഉണ്ടായിരുന്ന ആ മെതിയടികൾ ഉദ്ധവന് കൊടുത്തു. ഉദ്ധവൻ അതാ ആ പൊന്നു ഭഗവാന്റെ മെതിയടികൾ മാറോട് ചേർത്ത്, പിന്നെ ആ മെതിയടികളെല്ലാം, ആ 2 മെതിയടികളും ശിരസിൽ ചുമന്നുകൊണ്ട് ആ പാദങ്ങളിൽ വീണു. ആ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണീര് പ്രവാഹം കൊണ്ട് ആ തൃപ്പാദങ്ങളെ അഭിഷേകം ചെയ്ത് കഴുകി. ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ടും മതിയായില്ല. പിന്നെയും ആ പാദങ്ങളിൽ തന്നെ ശിരസമർത്തി ചുംബിച്ചുകൊണ്ട് പിരിയാതെ നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ആ ജ്ഞാനം എന്നെ ഓർത്തുകൊണ്ട് നീ സദാ എന്നെ മനസ്സിൽ ഓർക്കൂ. എപ്പോഴും നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാകും. നീ ബദരിയിലേക്ക് പോകൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി, അലിഞ്ഞു ദ്രവിച്ച മനസ്സോടുകൂടി ഉദ്ധവൻ അവിടെ എഴുന്നേറ്റു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭഗവാനെ പിരിയാനുള്ള അതീവ ദുഃഖത്തോടു കൂടി കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ നിന്നും ബദരിയെ ലക്ഷ്യമാക്കി യാത്രയായി. അവിടെ ബദരിയിൽ അളകനന്ദ നദിയിലെ തീർത്ഥത്തെ കണ്ടപ്പോൾ തന്നെ ആ ഭഗവാൻ പറഞ്ഞ പ്രകാരം ഉദ്ധവന്റെ സർവ്വപാപവും നശിച്ചു. പരിശുദ്ധനായിട്ട് ദുഃഖമൊക്കെ കുറെ അകന്നു.
അങ്ങനെ ഉദ്ധവര് പോയതിനു ശേഷം ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞു, ആ ഉദ്ധവനിലൂടെ ഭഗവാൻ ചെയ്ത ആ ജ്ഞാനാമൃതം ഉപദേശത്തിലൂടെ അത് ഭഗവത് ധർമ്മമാകുന്ന സമുദ്രത്തിലേക്ക് കടഞ്ഞപ്പോൾ ലഭിച്ച അമൃതാണ് പരീക്ഷിത്തെ. അതാണ് ഏകാദശ സ്കന്ധം. ആ ഏകാദശ സ്കന്ധം ലഭിച്ച ആ സന്തോഷാധിക്യത്താൽ ശ്രീശുകൻ കണ്ണീരണിഞ്ഞു, ഭഗവാനെ മനസ്സിൽ നമിച്ചു. ഭവഭയമാപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുഭജഹ്രേ ഭൃംഗവത് വേദസാരം അമൃതമുദതിതശ്ചാപായയത് ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ആ ശുഗമുനി മനസ്സുകൊണ്ട് ഭഗവത് പാതാരം എന്തെങ്കിലും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ആദിപുരുഷനായിട്ടുള്ള ഭഗവാനെ, അഖിലഗുരു, ലോകശ്രേഷ്ഠനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങ് ഉദ്ധവനിലൂടെ ലോകത്തിന് നൽകിയ ഈ ജ്ഞാനദാനമുണ്ടല്ലോ, അത് അവിടുത്തെ അപാരമായ കാരുണ്യമാണ്. ആ കാരുണ്യാമൃതമാണ്. ആ കാരുണ്യം ലഭിച്ചിട്ടില്ലെങ്കിലോ ഈ ജനങ്ങൾ എത്ര കഷ്ടപ്പെടും. അവിടുത്തെ ഭക്തന്മാർക്ക് ഉദ്ധവനിലൂടെ അങ്ങ് നൽകിയ കൃപാസാഗരമല്ലേ ഏകാദശ സ്കന്ധം. സംസാര ക്ലേശത്തെ വേരോടുകൂടി മുറിച്ചു കളയാൻ ഇതിനപ്പുറം വേറെ എന്ത് മരുന്നാണുള്ളത്? വേദാന്ത സമുദ്രം കടഞ്ഞെടുത്ത ജ്ഞാനാമൃതത്തെ ആ ഭക്തോത്തമന് നൽകിയത് അങ്ങേ സേവിക്കുന്ന ഭക്തന്മാരുടെ ക്ലേശം, സംസാര ദുഃഖം അകറ്റാൻ വേണ്ടിയല്ലേ? അതുകൊണ്ടാണ് കണ്ണീരണിഞ്ഞത് ശുഗമുനി. പിന്നെ ആ പാൽക്കടൽ കടഞ്ഞെടുത്ത വെണ്ണ, അതാ വെണ്ണയാകുന്ന അമൃതത്തെ ആർക്കാ കൊടുത്തത്? ശരീരപീഡകൾ നീക്കാനായിട്ട് ദേവന്മാർക്കാണ് നൽകിയത്. അപ്പം അപ്പോഴും അങ്ങ് ഈ മനുഷ്യരോട്, ഈ ഭൂമിയിലുള്ള ആളുകൾക്കോടല്ലേ പ്രിയം ചെയ്തത്? കാരണം ഞങ്ങൾക്ക് തന്നത് ജ്ഞാനാമൃതമാണ്. എന്നാൽ ദേവന്മാർക്ക് കൊടുത്തോ ശരീര പീഡകൾ നീക്കാനുള്ള അമൃതത്തെ. പിന്നെ എങ്ങനെയാ ഭഗവാൻ ആ വേദസാരത്തെ എടുത്തതെന്നാണ് ശ്രീശുകൻ പറയുന്നത്. പുഷ്പങ്ങളിൽ ചെന്നിട്ട് വണ്ട് ആ മകരന്തം, ആ തേൻ എത്ര എളുപ്പത്തോടെയാണ് ഓരോരോ പുഷ്പങ്ങളിൽ എവിടെയാണ് തേൻ കൂടുതലുള്ളത്, എത്ര എളുപ്പത്തിലാണ് ആ തേൻ വേർതിരിക്കുന്നത്. അതുപോലെയല്ലേ അങ്ങ് ചെയ്തത്. ആ ബൃഹത്തായ വിജ്ഞാന സാഗരത്തെ കടഞ്ഞിട്ട് ആ അറിവാകുന്ന അമൃതം, ആ ജ്ഞാനാമൃതം ജനങ്ങൾക്ക് നൽകിയത് അങ്ങ് എത്ര എളുപ്പത്തിലാണ്. അങ്ങനെ 29-ാമത്തെ അധ്യായം ശ്രീശുഗമുനി സമർപ്പിച്ചു. അങ്ങ് സമർപ്പിച്ചപ്പോൾ പരീക്ഷത്തിന് വീണ്ടും സംശയം, അടുത്ത ചോദ്യം ചോദിച്ചു. അല്ലയോ മുനെ, മഹാഭാഗവതനായ ഉദ്ധവൻ ബദരിക്ക് പോയതിനു ശേഷം ആ ദ്വാരകയിലെ ഭഗവാൻ എന്താണ് ചെയ്തത്? ഈ യദുകുലം ബ്രഹ്മശാപത്താൽ നശിക്കും എന്ന് മുമ്പ് പറഞ്ഞല്ലോ, ശാപം കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. ഈ പ്രാണികൾക്ക് പരമപ്രേമാസ്പദമായ ശരീരത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരിക്കലും ആളുകൾ ആഗ്രഹിക്കാത്ത കാര്യമല്ലേ. ഭഗവാൻ എങ്ങനെയാണ് അത് ശരീരത്തെ ഉപേക്ഷിച്ചത്? ഈശ്വരനായ ശ്രീകൃഷ്ണൻ ഉണ്ടാകുമ്പോൾ തന്നെ തൻ്റെ കുലത്തിന് ശാപം കേൾക്കേണ്ടി വന്നു. എങ്കിലും
ആ ശാപം എങ്ങനെയാണ് ബാധിച്ചത്? സൗന്ദര്യ സാരസർവസമായ ആ ഭഗവാനെ മോഹിക്കാത്തവരായിട്ട് ആരുണ്ട് ഈ ലോകത്ത്? സ്ത്രീകളാണെങ്കിലോ ആ സ്വരൂപത്തിൽ നിന്ന് കണ്ണേ എടുക്കത്തില്ല. ആ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ അവർ വിഷമിച്ച് അവസാനം ആ ഭഗവത് സ്വരൂപം മനസ്സിൽ കൊണ്ടു നടക്കും. കവികളാണെങ്കിലോ അവിടുത്തെ സൗന്ദര്യം വർണ്ണിച്ച് അവർക്ക് മതിവരാറില്ല. അവർക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല അവിടെ അങ്ങയെ വർണ്ണിക്കാനായിട്ട്. സജ്ജനങ്ങളുടെ കാര്യമോ എപ്പോഴും അവരെ ഹൃദയം ആ മനോമോഹനമായ ആ തിരുമേനി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന സജ്ജനങ്ങൾ, സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ കമനീയ രൂപം, ഭക്തരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്ന അഭൗമ സൗഭാഗ്യം തന്നെ. ആ ഭഗവാൻ ശരീരം ഉപേക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം വേണ്ടേ എന്നാണ് പരീക്ഷത്തിൻ്റെ സംശയം. അപ്പൊ ശ്രീശുകൻ പറയാണ്, അല്ലയോ പരീക്ഷത്തെ, ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കെ തന്നെ തൻ്റെ കൺമുൻപിൽ തന്നെ യദുകുലം ബ്രാഹ്മണ ശാപത്താൽ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണേണ്ടി വന്നു എന്നുള്ള സത്യം തന്നെയാണ്. അതൊക്കെ എല്ലാം ആ ഭഗവത് നിശ്ചയമല്ലേ പരീക്ഷത്തെ? അവിടുത്തെ സങ്കല്പം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഉദ്ധവൻ ബദരിയിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദ്വാരകയിൽ ഒട്ടനേകം ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ആകാശത്തിലും ഭൂമിയിലും വലിയ വലിയ പൊട്ടിത്തെറികൾ, ഭൂകമ്പം പല ഭാഗങ്ങളിലായിട്ട്, അങ്ങനെ അപശബ്ദങ്ങൾ, മൃഗങ്ങളുടെ കരച്ചിൽ, അതിഘോരങ്ങളായിട്ടുള്ളതായ ശകുനങ്ങൾ കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി, ഇതാ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചതായ ആ നാശമിത വന്നടുത്തു. ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ സുധർമ്മസഭയിൽ ചെന്ന് അവിടുത്തെ യദുക്കളോട് പറഞ്ഞു, അല്ലയോ യദുശേട്ടന്മാരെ, അന്തകന്റെ വരവ് പോലെയുള്ള ഭയാനക ദുർനിമിത്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ? അതുകൊണ്ട് നമ്മളിനി ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കരുത്. സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും ശംഖോദ്ധാരമെന്ന സ്ഥലത്തേക്ക് പോകണം. നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ആ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം. അവിടെ സരസ്വതീ നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അവിടെ പോയിട്ട് കുളിച്ച് ഉപവസിച്ച് ധ്യാന നിരതരായിക്കൊണ്ട് ദേവതമാരെയൊക്കെ നമുക്ക് പൂജിക്കാം, ബ്രാഹ്മണരെ വേണ്ട പോലെ സത്കരിക്കാം. അത് മാത്രമേ ഉള്ളൂ ആപത്തുകൾ മാറാനായിട്ട് ഒരു വഴി. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം. ഇത് കേട്ട യദുക്കൾ പല പല വള്ളങ്ങളിലായിട്ട് കയറി നേരെ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് അവർ ഭഗവാൻ പറഞ്ഞതുപോലെ പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടതായ പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു. ആ നദിയിൽ കുളിച്ചു, തീർത്ഥസ്നാനം നടത്തി, ദാനധർമ്മങ്ങൾ ചെയ്തു. ആ ഭഗവാൻ പറഞ്ഞ സത്കർമ്മങ്ങളെയൊക്കെ അവർ നടത്തി തീർന്നപ്പോൾ അവർക്കെല്ലാം ഒരു വല്ലായ്മ തോന്നി. വിനാശകാലേ വിപരീത ബുദ്ധി. ഇതുവരെ അവരുടെ ഉള്ളിൽ തോന്നാത്ത വികാരങ്ങൾ ഉദിച്ചു തുടങ്ങി. ഒക്കെ ദൈവനിശ്ചയം എന്നല്ല, എന്ത് പറയാനാ. അവര് സ്വേച്ഛയാ തോന്നി മദ്യപിക്കണമെന്ന്. മദ്യപിക്കുന്നത് എങ്ങനെ? മൂക്കറ്റം മദ്യപിക്കാൻ തുടങ്ങി. അവരുടെ വിവേകമൊക്കെ നശിച്ചു. അപ്പോൾ ബുദ്ധിഭ്രമം വന്നു. അവര് അവിവേകികളെപ്പോലെ, ഭ്രാന്തന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങി. ആ കൃഷ്ണന്റെ സങ്കല്പം കൊണ്ട് തന്നെ നേരത്തെ അവര് വേണ്ടവിധം കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തവരായിരുന്നു. മദ്യപാനം കൂടി ആയപ്പോൾ പിന്നെ പറയണോ? പിന്നെയും വീണ്ടും വീണ്ടും മദ്യപിച്ച് മതോന്മത്തരായി യദുക്കള്. അവർ മതി മറന്നു, അഹങ്കരിച്ചു. അങ്ങനെ എല്ലാം മൂത്തപ്പോൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി.
കിട്ടിയ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് പോരാടാൻ തുടങ്ങി. മതം പൂണ്ട ആനകൾ ആ കൊമ്പുകൾ കൊണ്ട് കുത്തി പരസ്പരം കുത്തി ചാവുന്നില്ല. അതുപോലെയാണ് ഈ യദുസൈന്യങ്ങൾ സ്വന്തമെന്നോ ബന്ധുക്കളെന്നോ മിത്രമെന്നോ ഒന്നും നോക്കാതെ പരസ്പരം യുദ്ധം ചെയ്തതാണ് അവിടെ പറയുന്നത്. ആ ശ്രീകൃഷ്ണന്റെ മായാപ്രഭാവത്താൽ എല്ലാവരും, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സാമ്പൻ, സാത്വികി, ഇവരൊക്കെ തമ്മിൽ വീറോടെ യുദ്ധം ചെയ്തു എന്നാണ്. പിന്നെ പറയാണ്, പുത്ര ആയുർദ്യൻ പിതൃഭിർഭ്രാതൃഭിശ്ചാം സ്വസ്ത്രീയദൗഹിത്ര പിതൃവ്യമാതുലൈ മിത്രാണി മിത്രൈ സുഹൃദസുഹൃദ്ഭി ജ്ഞാതീം സ്തവൻ ജ്ഞാതയേവ മൂഢ. മക്കൾ അച്ഛനമ്മമാരോട്, അനുജൻ ജ്യേഷ്ഠന്മാരോട്, മരുമക്കളൊക്കെ അമ്മാവന്മാരോട്, ബന്ധുക്കൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, അങ്ങനെ പരസ്പരം ബന്ധം മറന്നുകൊണ്ട് വിവേകശൂന്യനായിട്ട് അവർ അതാ കടന്ന് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധക്കളത്തിൽ ആളുകൾ മരിച്ച് വീഴാൻ തുടങ്ങി. അവരുടെ ആയുധങ്ങളൊക്കെ തീർന്നു. അങ്ങനെ പിന്നീട് ആ സമുദ്രതീരത്തെ ഏരക പുല്ലുകളാണ് അവർ പറിച്ചെടുത്തത്. അവർ പറിച്ചെടുത്ത അതേ നിമിഷം തന്നെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും ആ പുല്ലുകളതാ വജ്രസമാനം ബലിഷ്ഠങ്ങളായി മാറുകയാണ്. അത് ആ ശാപം എടുത്തു. ആ ഏരക പുല്ലുകൾ കൊണ്ടാണ് അവരുടെ കുലം നശിക്കാനുള്ളതായ ശാപം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആയുധങ്ങളെക്കാൾ പ്രബലമായത്. പിന്നെ ആ ഏരകൾ പുല്ലുകൾ കൊണ്ട് അവർ യുദ്ധം ചെയ്തു. മായാമോഹിത ചിത്രായ അവര് കൃഷ്ണനെയും ബലരാമനെയും കൂടി ശത്രുക്കളായിട്ട് കരുതിയതാണ്. ആയുധങ്ങളെടുത്ത് അവർക്ക് നേരെയും ഓടിയവർ. ആളുകൾ അങ്ങനെ മരിച്ചു വീണു. മുനിശാപം നിമിത്തം കൃഷ്ണമായയിൽപ്പെട്ട ആ യദുക്കള് ഇങ്ങനെ യുദ്ധം ചെയ്ത് സർവരും മരിച്ചു വീണു. വിളങ്കാടുകൾ ഉരസിയിട്ട് കാട്ടുതീയിൽപ്പെട്ട് കാട് എങ്ങനെയാണോ ഭസ്മമാകുന്നത് അതുപോലെ അതാ ആ യദുകുലം നശിച്ചു. ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതിമേനേവശേഷിത. അങ്ങനെ തൻ്റെ കുലം മുഴുവനും നശിക്കുന്നത് ആ ഭഗവാൻ കൃഷ്ണൻ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. ഇതെല്ലാം തൻ്റെ മായയുടെ വെറും കളി മാത്രം ആണെന്ന് അറിയാവുന്ന ഭഗവാൻ ഭൂമിയുടെ ഭാരത കുറയുന്നു എന്ന് കണ്ട് സമാധാനിച്ചു. ബലരാമൻ അപ്പോൾ അതാ സമുദ്രക്കരയിൽ സമാധി നിഷ്ഠനായി ഇരുന്നു കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് കണ്ടു. ജ്യേഷ്ഠൻ്റെ ആ ജീവത്യാഗം നോക്കി നിന്ന ആ ദേവകീസുതൻ, ആ കമനീയ മോഹന സ്വരൂപൻ ഭഗവാൻ തനിക്കും സ്വധാമത്തിലേക്ക് പോകാനുള്ളതായ സമയമായി എന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി അവിടെ വെറും തറയിൽ നിശബ്ദനായിട്ട് ഭഗവാൻ ഇരിപ്പുറപ്പിച്ചു. ബിഭ്രച്ചതുർഭുജം രൂപം ഭ്രാജിഷ്ണുർപ്രഭയാ സ്വയാം ദിശോ വിധിവിരാകുറുവൻ വിധൂമ ഇവ പാവക. ആ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വധാമസ്വരൂപമായിട്ടുള്ളതായ വിഷ്ണുരൂപം അവിടെ പ്രകടമാക്കി. 4 തൃക്കൈകളോടുകൂടിയ ആ വിഷ്ണു തേജസ്സിനാൽ ആ ചുറ്റുപാടുകളെ പ്രകാശമാനമാക്കിക്കൊണ്ട് ഭഗവാൻ അവിടെ വിളങ്ങി. എങ്ങനെയാണോ പുകയില്ലാത്ത അഗ്നി മനോമോഹനമായിട്ട് കാണപ്പെടുന്നത്, അതുപോലെ ആ ഉജ്ജ്വല കാന്തി കൊണ്ട് ഭഗവാൻ അത് അവിടെ വിളങ്ങുന്നു. മാറിൽ ശ്രീവത്സം പേരി കാറും വർണ്ണ പ്രഭ വിതറി അവിടെ ആ രൂപം ശോഭിച്ചു. മഞ്ഞുപട്ടു ഉടയാട അണിഞ്ഞിട്ട് മംഗളകോമള കളേബരനായിട്ട് ആ സുന്ദരരൂപം സ്വയം ശോഭിച്ചു. അവിടെ എല്ലാം പുഞ്ചിരിയോടെ നേരിടുന്ന ആ തേജോരൂപം അതാ മന്ദസ്മിതം തൂകുന്നു. കുറുനിരകൾ ചാഞ്ചാടുന്ന ആ നെറ്റിത്തടത്തോടുകൂടി താമരദളങ്ങൾ ആണ് എന്ന് തോന്നിപ്പോകുന്നതായ കണ്ണുകളോടുകൂടെ ആ സുന്ദരമുഖം അവിടെ പ്രകാശമാനമായി
അവിടെ കാണാറായി. കാതുകളിൽ തിളങ്ങുന്ന സ്വർണ്ണകുണ്ടലങ്ങൾ, അരഞ്ഞാണ്, പൂണൂല്, കിരീടം, തോൾവളകൾ, ഹാരങ്ങൾ, നൂപുരങ്ങൾ, കൗസ്തുഭരത്നം, അങ്ങനെ അതൊക്കെ കൂടി അണിഞ്ഞ ആ സ്വരൂപം അപൂർവമായിട്ട് അവിടെ ജ്വലിച്ചു. വനമാലയും സ്വന്തം ആയുധങ്ങളും ഏന്തിയ ഭഗവാൻ തൻ്റെ ആ ചെന്താമര പോലുള്ള ഇടതുപാദം പതുക്കെ ആ വലത് തുടകളിൽ കയറ്റി ഇരുന്നു. ഭഗവാൻ തൻ്റെ യാത്രയെ പ്രതീക്ഷിച്ചുകൊണ്ട് ധ്യാന നിരതനായിട്ട് അവിടെ അലിഞ്ചുവിട്ടിലിരുന്നു. ആ സമയത്താണ് ഇരുമ്പ് ഉലക്കയുടെ അവശിഷ്ടം കടലിൽ എറിഞ്ഞത് ലഭിച്ച ഒരു വേടൻ അതും കൊണ്ട് ശരം നിർമ്മിച്ചിട്ട് മൃഗങ്ങളെ വേട്ടയാടി ആ കാട്ടിലൂടെ നടന്നത്. അങ്ങനെയാണ് അതാ കാട്ടിൻ്റെ ഇടയിലൂടെ, ഇലകൾക്കിടയിലൂടെ ഒരു മാൻ്റെ മുഖം കാണുന്നത്. അവൻ ആ മാനിൻ്റെ മുഖത്തെ ലക്ഷ്യമാക്കിയിട്ടതാ അമ്പെയ്തു. അത് മാനിൻ്റെ മുഖമായിരുന്നില്ല, ആ പൊന്നു ഭഗവാന്റെ അരുണാഭമായ ആ പിഞ്ചുകാല്. വേടൻ ആ മാന്റെ മുഖമാണെന്ന് ഭഗവാന്റെ കാല് കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. വേടൻ ഏത് അമ്പ് കൃത്യമായിട്ടതാ ഭഗവത് പാദത്തിൽ പതിച്ചു. ഭഗവാന്റെ നിശ്ചയമല്ലേ അത്. വേടൻ ഉടനെ തൻ്റെ മൃഗത്തെ പിടിക്കാനായിട്ടതാ ഓടി ചെന്നു. വേടൻ അമ്പരന്ന് പോയി. എന്തായി കാണുന്നത്? ചതുർഭുജനായിട്ടുള്ളതായ ഭഗവാൻ ആ ജര എന്ന വേടൻ ഭയചകിതനായി, ഭക്തി നിർഭരനായി ഒരു നിമിഷം അജാനതാകൃതമിതം പാപേന മധുസൂദന ചന്തുമർഹസി പാപസ്യ ഉത്തമശ്ലോകമേനഘ. അല്ലയോ മധുസൂദന, ഉത്തമശ്ലോക കീർത്തിയോട് കൂടിയിട്ടുള്ളതായ ഭഗവാന്, ഹേ നിർമ്മല സ്വരൂപ, മധുരിപ്പോ, ഞാൻ അറിയാതെ ചെയ്ത ഈ തെറ്റ്, എൻ്റെ അപരാധത്തെ പൊറുക്കണേ ഭഗവാൻ. അവൻ ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. സ്മരിക്കുന്നവരുടെ അജ്ഞാന അന്ധകാരം തീരെ നശിപ്പിക്കുന്ന ഭഗവാനെ, അങ്ങോട്ട് ഞാൻ അറിയാതെയാണെങ്കിലും ഞാൻ ഈ മഹാപാപമല്ലേ ചെയ്തത്, ഇതിന് മാപ്പില്ല, എന്നെ ശിക്ഷിക്കണേ ഭഗവാനെ. അല്ലയോ ദേവ, ഏതുവിധം ശിക്ഷയാണ് ഞാൻ അർഹിക്കുന്നത്? അങ്ങ് എനിക്ക് ആ ശിക്ഷ തന്നാലും ആ ശിക്ഷ തന്നെ എന്നെ അനുഗ്രഹിക്കണേ. യസ്യാത്മയോഗരചിതം അവിദുർവിരിഞ്ചോ രുദ്രാദയോസ്യതനയാ പദയോ ഗിരാം യേ ത്വന്മായയാ വിഹിതദൃഷ്ടയ ഏതദജ്ഞ ഏതദഞ്ജ കിം ദസ്യതേ വയമസദ്ഗതയോ ഗൃണീമ. ഹേ ഭഗവാനെ, ബ്രാഹ്മണശാപം കൊണ്ടാണ് ഇനി ഈ വിധം നടന്നത്. നിന്റെ കുറ്റമല്ല, അത് ഭഗവത് നിശ്ചയാണ് എന്നൊക്കെ ഇനി പറയുകയാണെങ്കിലോ അതൊന്നും ശരിയല്ല ഭഗവാനെ. ബ്രഹ്മാവിനോ പരമശിവനോ പോലും അങ്ങയുടെ ഈ മായ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പിന്നെയല്ലേ എന്നെപ്പോലുള്ള മൃഗങ്ങളെ വേട്ടയാടുന്ന ക്രൂര സ്വഭാവമുള്ള ആളുകൾക്ക് അങ്ങയുടെ മഹിമ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ മറുപടി പറയാണ്, അല്ലയോ ജരേ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എൻ്റെ സങ്കല്പം അനുസരിച്ച് ചെയ്തതല്ലേ, എൻ്റെ ഇഷ്ടം ആണ് നീ ചെയ്തത്, എൻ്റെ സങ്കല്പത്തിലുള്ള കാര്യമല്ലേ നീ അത് ചെയ്തത്. എനിക്ക് വേണ്ടി ഒരു സഹായമല്ലേ ചെയ്തത്. ആ സഹായം എന്നെ ഭജിക്കുന്നതിന് തുല്യമാണ് ജരെ. എനിക്ക് ഈ ചെയ്ത സഹായത്തിന് നിനക്ക് മോക്ഷമാണ് ഫലം. എൻ്റെ അനുഗ്രഹത്തോടു കൂടി സുഹൃതികൾ എത്തിച്ചേരുന്നതായ സ്വർഗത്തിൽ നീയും
എത്തിച്ചേരും ജരെ. ഞാൻ അതാ അതിനായിട്ട് വേണ്ടി നിന്നെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം ലഭിച്ച ആ ജര ത്രിപരിക്രമ്യതം നത്വാ വിമാനേന ദിവം ജയോ. ജര ഭഗവാനെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഉടനെ സമീപത്തെത്തിയ വിമാനത്തിലേറി സ്വർഗത്തിലേക്ക് യാത്രയായി. അപ്പോഴേക്കും ഭഗവാൻ അണിഞ്ഞ തുളസിമാലയുടെ ഗന്ധം തേടി ആ ഭഗവാന്റെ സാരഥിയായിട്ടുള്ളതായ ദാരുകൻ ഭഗവാനെ കാട്ടിൽ മുഴുവൻ അലഞ്ഞലഞ്ഞ് അതാ അവസാനം അവിടെ എത്തിച്ചേർന്നു. ഭഗവാന്റെ സമീപത്തെത്തി ശംഖചക്ര ഗദാദി ആയുധങ്ങൾ ദിവ്യസ്വരൂപം പൂണ്ടുകൊണ്ട് ശ്രീകൃഷ്ണന് ചുറ്റും നിൽക്കുന്ന ആ കാഴ്ച ദാരുകൻ കണ്ടു. ആലഞ്ചുവട്ടിൽ ഈ സ്ഥിതിയിൽ കണ്ട ആ ഭഗവാനോടുള്ള സ്നേഹ ആരവേശത്താൽ ദാരുകന്റെ മനസ്സ് അലിഞ്ഞു, ദ്രവീകൃതമായി. കണ്ണിൽ നിന്നും ധാരധാരിയായിട്ട് വെള്ളം നിറഞ്ഞൊഴുകി. ദാരുകൻ പെട്ടെന്നതാ തേരിൽ നിന്നും ചാടിയിറങ്ങി ആ ഭഗവത് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ചുംബിച്ചു. ദാരുകൻ പറഞ്ഞു, അപശ്യതസ്ത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടിപ്രണഷ്ടാ തമസി പ്രവിഷ്ട ദിശോ ന ജാനേന ലഭേ ച ശാന്തിം യഥാ നിശായാമുടുപേ പ്രണഷ്ടേ. ഹേ ഭഗവാനെ, അങ്ങേ കാണാതായപ്പോൾ എൻ്റെ കണ്ണുകളില്ലാതായി. ഭഗവാനെ, ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി. ചന്ദ്രനില്ലാത്ത രാത്രി പോലെ ശുദ്ധ അന്ധകാരത്തിൽ ദിക്കുകൾ കാണാതായി. എനിക്ക് ഞാൻ മഹാ അന്ധകാരത്തിൽ അകപ്പെട്ടു. മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെട്ടു. അപ്പോഴതാ ആ ഗരുഡൻ കൊടിയടയാളമായ ഒരു ദിവ്യരഥം ഇവിടെ നിന്നും ഉയർന്ന് പൊങ്ങുന്നത് ദാരുകൻ കണ്ടു. കുതിരകളോടും കൊടിമരത്തോടും കൂടി അവ ആകാശത്തിൽ പൊങ്ങി എവിടെയോ മറയുന്നത് ദാരുകൻ കണ്ടു. രഥത്തെ പിന്തുടർന്നുകൊണ്ട് ഭഗവാന്റെ ദിവ്യങ്ങളായിട്ടുള്ളതായ ആയുധങ്ങളും പൊങ്ങി മറയുന്നതും ദാരുകൻ കണ്ടു. ഇതൊക്കെ കണ്ട് ആശ്ചര്യചകിതനായ ദാരുകനോട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സൂത, നീ ഇനി നേരെ ദ്വാരകയിലേക്ക് പോകണം. ബന്ധുക്കളോടൊക്കെ എന്താ പറയേണ്ടത്? ഈ പ്രഭാസത്തിലെത്തിയ ബന്ധുക്കളായ യദുക്കളെ എല്ലാം തമ്മിൽ തല്ലി മരിച്ച വിവരം അവിടെ ഉള്ളവരെ നീ അറിയിക്കൂ. ബലരാമനും ദേഹം ഉപേക്ഷിച്ചതായിട്ട് പറയൂ. ഇനി ഒരാൾ പോലും ആ ദ്വാരകയിൽ നിൽക്കരുതെന്ന് പറയണം. അത് നീ പ്രത്യേകിച്ച് പറയണം. കാരണം ഞാൻ ഇല്ലാത്തതായ ആ ദ്വാരക ഇനി അതിവേഗം സമുദ്രത്തിൽ താണുപോകും. ദാരുക, എൻ്റെ അച്ഛനമ്മമാര് ഉൾപ്പെടെ അവിടെയുള്ള സകലരെയും അർജുനന്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പറയണം. ത്വംതു മദ്ധർമ്മമാസ്തായാം ജ്ഞാനനിഷ്ഠ ഉപേക്ഷക മന്മായാരജനാമേതാം വിജ്ഞായോപശമം പ്രജ. അല്ലയോ വത്സ ദാരുക, നീ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, എന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജ്ഞാനനിഷ്ഠനായിട്ട് കഴിയണം. ഇനി എല്ലാത്തിനോടുള്ള ലൗകിക വിഷയങ്ങളോടെല്ലാം നീ സംഘത്തെ ഉപേക്ഷിക്കണം. എൻ്റെ ഈ ശരീര സ്വീകാരം തൊട്ട് ഇതാ ഈ ശരീരത്യാഗം വരെ സകലതും എൻ്റെ വെറും മായാസൃഷ്ടികളാണ് ദാരുക. അത് നല്ലവണ്ണം അറിഞ്ഞ് ഈ ലോകം മുഴുവനും ഈ ലൗകിക വിഷയങ്ങളും ഈ ദേഹവും എല്ലാം നശിക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നെ ഓർത്ത് ക്ലേശിക്കാതെ ശാന്തിയോട് കഴിയണം. അത് കേട്ട്
ഇത്യുക്തസ്ഥം പരിക്രമ്യ നമസ്കൃത്യ പുനഃ പുനഃ തത്പാദൗ ശീഷ്ണുപാധായ ദുർമനാ പ്രയയൗ പുരീം. ഭഗവത് വചനം കേട്ട് ആ ദാരുകൻ തൻ്റെ പ്രിയ ഭഗവാൻ ഇതാ ഈ ഭൂലോകത്തോട് യാത്ര പറഞ്ഞ് സ്വധാമത്തിലേക്ക് പോവുകയാണെന്ന് കണ്ടപ്പോൾ ഗദ്ഗദഘട്ടനായി. തൻ്റെ സ്വന്തം ഭഗവാൻ അല്ലേ പോകുന്നത്. ആ ഭഗവാനെ ദാരുകൻ പലവട്ടം പ്രദക്ഷിണം വെച്ചു. ആ തൃപ്പാദങ്ങളിൽ വീണു. ആ പാദങ്ങൾ തൻ്റെ ശിരസോട് ചേർത്തു. ശിരസിൽ ആ പാദങ്ങൾ വെച്ചുകൊണ്ട് പലതവണ ചുംബിച്ചു. ആ പാദങ്ങളിൽ വീണു കേണു. അതീവ ദുഃഖത്തോടെ കണ്ണീർ വാർത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ദാരുകൻ ദ്വാരകാപുരിയിലേക്ക് അതാ യാത്രയായി. അതോടുകൂടി ഈ 30-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. നമ്മളിവിടെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഭഗവാന്റെ യദുകുലത്തിന് പോലും നാശമുണ്ട്. ഭഗവാൻ വിചാരിച്ചാൽ തൻ്റെ യദുകുലത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഭഗവാൻ ഒരു നാടക അഭിനയിക്കാനായിട്ട് ഒരുപാട് ആളുകളെ ദേവലോകത്തുനിന്ന് കൂട്ടി വന്നതല്ലേ. അവരെ കൂട്ടിയിട്ട് തിരിച്ചു പോവുകയാണ് ഭഗവാൻ ചെയ്തത്. അതുപോലെ ലോകവ്യവസ്ഥയുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ കർമ്മബന്ധത്തിൻ്റെ നിയമം ഉണ്ടാക്കിയ ഭഗവാൻ സ്വന്തക്കാർക്ക് വേണ്ടി എങ്ങനെ നിയമം ലംഘിക്കും? അതുകൊണ്ട് ഈ കൽപ്പിച്ചുകൂട്ടി യദുക്കളെ കൊണ്ട് കർമ്മം ചെയ്യിച്ച് ആ കർമ്മഫലം അവരെ കൊണ്ട് അനുഭവിപ്പിച്ച് ആ മാതൃക കാണിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ എല്ലാ അവതാര ഉദ്ദേശങ്ങളും തീർത്തുകൊണ്ട് യാത്രയാവുന്നു. അത് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ നശിക്കുന്നതിനോട് നിന്നും മനസ്സിനെ മാറ്റിയിട്ട് നശിക്കാത്ത ചൈതന്യത്തിലേക്ക് നമ്മളെ മനസ്സ് തിരിച്ചു വിടണം. ശാശ്വതമായിട്ടുള്ളതായ ശാന്തി അതിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന പാഠം നമ്മൾ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.